ഇന്ന് ഓഗസ്റ്റ് 4. ഇന്നത്തേക്ക് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. അതുകൊണ്ട് ഇന്ന് ഏട്ടന് ഞാനൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് കുളിക്കാൻ നേരത്താണ് ഞാനിത് ഒരുക്കുന്നത്. അങ്ങനെ വലിയ പരിപാടിയൊന്നുമല്ല, ചെറിയൊരു കേക്കും ഒരു ടീഷർട്ടും. അപ്പൊ കുളിച്ച് വരുമ്പോഴേക്കും സെറ്റപ്പ് ആക്കുന്ന ധൃതിയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ടീഷർട്ട്. ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല, എനിക്ക് തോന്നിയിട്ട് ഏട്ടന് ചേരുന്നു തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തു. പിന്നെ കേക്കിന്റെ ഭംഗിക്ക് 3 വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതല്ലേ അതിന്റെ ഒരു ഭംഗി. അങ്ങനെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളി ഏകദേശം കഴിയാനായി. ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോ എന്താണൊക്കെ ഈശ്വര പറയാ. അരമണിക്കൂറായി വെറൈറ്റിയാ. എനക്ക് ബർത്ത്ഡേക്ക് പണി തന്നപ്പോ എനിക്ക് പണി തന്നല്ലേ? പോടോ, ഞാൻ ശരിയില്ല, ഞാൻ മാറ്റി തരാം. നമുക്കൊരാളെ ഗിഫ്റ്റ് പോയിട്ട് എന്തേലും പറയാൻ പറഞ്ഞത് വീഡിയോയിൽ എടുക്കുന്നതിന് മുന്നേ ഇത് തന്നിട്ട് പോയി മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഗൈസ്, ഞാൻ പറഞ്ഞപ്പോ നിർബന്ധിപ്പിച്ച് വീഡിയോ എടുപ്പിച്ചാണ്. ടീഷർട്ടോ? ഓക്കെ, ഞാൻ ഇട്ടിട്ട് വരാം. ഇതൊക്കെ എവിടുന്ന് കിട്ടിയ പൈസ? ഇതാരെടുത്തത്? ഞാൻ എന്തായാലും ഇട്ടിട്ട് വരാം. എങ്ങനെയുണ്ട്? ഈ കളറ് സത്യം പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടായി. പക്ഷെ വേറെ മറ്റേ ഇതൊന്നുമില്ലേ, പ്രിന്റിങ് പരിപാടി? പക്ഷെ ഇതെനിക്ക് ഇഷ്ടായി. കറക്റ്റ് ഫിറ്റിങ്സ് ആണ്. പക്ഷെ ഈ പ്ലെയിൻ സാധനം ആയതുകൊണ്ടുള്ളൊരു ഒരു പ്രശ്നം മാത്രം. എങ്ങനെയുണ്ട് ചെയ്തു? കുഴപ്പമില്ല. ഞാൻ ഒരു എന്താ പറയാ, ഒരു മാസങ്ങൾക്ക് മുന്നേ ഈ പറഞ്ഞ പോലെ ഇവക്ക് ഒരു ബർത്ത്ഡേ സർപ്രൈസ് നമ്മൾ കൊടുത്തിരുന്നു. പക്ഷെ അതിന്റെ പകരമായിട്ടൊന്നുമല്ല കേട്ടോ, ഞാൻ അങ്ങനെ വിചാരിച്ചു ഈ എനിക്കൊരു കേക്ക് വാങ്ങണം, എന്ത് ഈ ആനിവേഴ്സറി അടിച്ചു പൊളിക്കണം, ഒരു വ്ളോഗ് എടുക്കാം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. ഹാപ്പി ആനിവേഴ്സറി വൈഷൻ സാന്ദ്ര. ഇത് ആരെ എഴുതിപ്പിച്ചതാരാ? അവിടെ വൈശാഖിന് എഴുതാൻ നോക്കിയേ. അപ്പൊ എന്നോട് പറഞ്ഞ കൊറേ അങ്ങോട്ട് കൊള്ളൂല വിചാരിച്ചപ്പോ ഞാൻ ഷോർട്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ വൈഷെന്ന് എന്നെ ഞാൻ തന്നെ വിളിക്കുന്ന പേരാണ് വൈഷൻ. നല്ല രസമുണ്ട്. ഇത് എഴുതുന്ന വാങ്ങിയത് കൂട്ടുവളത്തുനിന്ന്. മറ്റേ ഇവിടെ നല്ലല്ലോ, എട്ടരണ്ടല്ല, ഞാനും ദേവികയോടെ പോയിട്ട് ഊട്ടളത്തുനിന്ന് വാങ്ങി. ദേവിക പറഞ്ഞു ഇത് കുറച്ചും കൂടെ മുന്നേ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നേരത്തെ വന്നേനെ. ഇത് എല്ലാരും കൂടെ മുറിച്ചേനെ. 12 മണി ആവട്ടെ വിചാരിച്ചില്ല. 12 മണി ആയില്ല, 11:30 ആയിട്ടുള്ളൂ. നാളെ ആവണ്ടേന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ എത്ര വർഷമായി? എത്ര വർഷമായി അത് എനിക്ക് ഓർമ്മയില്ല. നല്ല ടീഷർട്ടും കേക്കും ഞാൻ പറഞ്ഞ 5 വർഷമായി. എന്നാ ഏത് വർഷാ കല്യാണം കഴിഞ്ഞെന്ന് പറയും? 2020. പക്ഷെ 6 വർഷം കൊണ്ട് സ്റ്റാർട്ട് ആവുന്നല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞ ഇയർ ഓഫ് മാരേജ് പറ. 2020 ഓഗസ്റ്റ് 4. 2020 തന്നെയാ. അപ്പൊ 2020 അതായത് 2026 പറയുമ്പോ 5 കൊല്ലം അല്ലേ? അതായത് 21, 22, 23, 24, 25, അപ്പൊ 6 കൊല്ലായില്ലേ? ഓഗസ്റ്റിലല്ലേ കഴിഞ്ഞത്, അങ്ങനെ കൂട്ട്, അല്ലാതെ വർഷമായിട്ട് കൂട്ടല്ലേ. 2020 ഓഗസ്റ്റ്, 2021 ഓഗസ്റ്റ്, 22, 23, 24, 25, 26, അപ്പൊ 6 വർഷമായോ? 6 വർഷമായി ഓൻ പറയുന്നുണ്ട്. ഓൻ പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് മാറി കണക്കറിയാത്ത. ഞാൻ പറഞ്ഞത് അതൊന്ന് തെളിയിക്കണല്ലോ, ഇതൊന്ന് പിടിക്ക്. സർട്ടിഫിക്കറ്റ് എടുക്കാൻ. സോറി ഗൈസ്, ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. 2021 കല്യാണം കഴിഞ്ഞത്. സമാധാനമായല്ലോ. എവിടെ? 2021 ഓഗസ്റ്റ് 4. അപ്പൊ കറക്റ്റ് ആയില്ല, 5 കൊല്ല. 2021. അപ്പൊ നേരത്തെ ഈ എന്നോട് ഇയർ വർഷം എത്ര വർഷമായി വെച്ചപ്പോ ഇന്നെ കളിയാക്കിയില്ലേ? അപ്പൊ ഇക്കൊല്ലേ അപ്പൊ ആർക്കും പരാതിയില്ല. അപ്പൊ ഓക്കെ, രണ്ടാക്കും അറിയില്ല. പിന്നെ ഇതൊന്നും ഓർമ്മിച്ച് വെക്കുന്നതിൽ വലിയ കാര്യം എനിക്ക് തോന്നില്ല. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ദുരന്ത വർഷങ്ങൾ ഓർക്കാറില്ല. അതെ ഞാനും പിന്നെ ഞാനൊന്ന് ഓർത്തു പോയതാ. പറയൂ, ഈ ടീഷർട്ട് ഞാൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വേണമെങ്കിൽ കുറെ കളക്ഷൻ അവിടെ ഉണ്ട്.
ഇത് വേണമെങ്കിൽ പോയി മാറ്റാം. ഇതിന്റെ പ്രൈസ് എത്രയാ? പ്രൈസ് 899 ആണ്. പക്ഷെ അത്ര ഇല്ല, അവിടെ ഓഫറിൽ 550 ഞാൻ എടുത്തത്. അതൊക്കെ 899 രൂപ. ഇല്ല, എന്നോട് ഭയങ്കര ബ്രാൻഡഡ് ടീഷർട്ട് ആണ്, നല്ല വയലറ്റും കളറുള്ളൊക്കെ ഉണ്ട്. cloth പക്ഷെ ഈ ഒരു കളറ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ക്ലോത്ത് സുഖല്ലേ? അപ്പൊ വേണമെങ്കിൽ ഇപ്പൊ മാറ്റാല്ലേ, ഇതന്നെ എടുത്ത് പോവാം. അല്ലെ ഇവിടെ കഥ പറഞ്ഞതേ ഈ ദീപാവലി 2 ലുക്കിന് ഫസ്റ്റ് കഴിഞ്ഞില്ലേ. പക്ഷെ എന്നാലും ഉള്ളത് രസമായിരുന്നു. എന്നാ മുറിക്കല്ലേ? മുറിക്കാൻ ആരും ഇല്ലാണ്ടായിപ്പോയി. കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മണി ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പൊ നേരത്തെ വന്ന് 12:30 ഇവിടെ എത്തുള്ളൂ. അപ്പൊ കുളിച്ച് എല്ലാം സെറ്റ് ആക്കുമ്പോഴേക്കും 12 മണിയാവുമെന്ന് വിചാരിച്ചത്. പക്ഷെ നേരത്തെ ആയിപ്പോയി. സാറിന് ഇനി 12 മണിക്ക് വെയിറ്റ് ചെയ്യണ്ട. ഓന് പോണം. അവനോട് ഞാൻ പറഞ്ഞു നാളെ സ്കൂളിൽ പോകുന്നു. അപ്പത്തേക്ക് സ്കൂൾ അവധി. എല്ലാം എനിക്ക് എമ്മാതിരി മഴയറിയോ? കക്കോടിയൊക്കെ മറ്റേ ഇത്ര ഈ അരക്കറ്റം വെള്ളമൊക്കെ. അമ്പലത്തിലെ പക്ഷെ വെള്ളമില്ല, കക്കോടിയാണ് മെയിൻ വെള്ളം. പിന്നെ ഇവിടെ തടമ്പാട്ട് വെള്ളം. ഓക്കെ ഗൈസ്, അങ്ങനെ ഐശ്വര്യം നിറഞ്ഞ 6ാം വർഷമല്ല 5 വർഷം ഞങ്ങൾ ഇപ്പോ എന്താ പറയാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിന്റെ ചെറിയൊരു സന്തോഷം ഇവിടെ കേക്ക് കട്ട് ചെയ്യുകയാണ്. വേറെ ആരും ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞാൽ അവരോടൊക്കെ ഉറങ്ങാണ്ട് നിർത്തിച്ചൂടെ. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യാണ്. അപ്പൊ നപ്പടി ഓനെ കൂടെ ചേർക്കും. ഇന്നലെ കഴിഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ, അല്ല ഹാപ്പി ആനിവേഴ്സറി. ഓക്കെ, ആദ്യം തിരിച്ചാലും പോവാ. ഉറക്കം വന്നിട്ടേ ഇങ്ങനെ വേണ്ടിയിരിക്കും. ഹൈലി ചോക്ലേറ്റ്, നല്ല രസമുണ്ട്. തൽക്കാലം ഒരു ദിവസത്തേക്ക് ഡയറ്റ് മാറ്റി. ഓ ഗോഡ്, ഇതിന്റെ ഉള്ളിലും ചോക്ലേറ്റ്, ഉള്ളിലും ചോക്ലേറ്റ്. ഇതോ കേക്ക് ഇതിലുണ്ട് മറ്റേ കിസ്സസ്, മറ്റേ സാധനം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഇവിടെ ബർത്ത്ഡേക്ക് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് മേടിച്ചു. ഫേമസ് ബേക്കറിന്നാണ് മേടിച്ചത്. ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു ബസ്റ്റിന് പറ്റില്ല, ഒരു വൈൻ്റെ ടേസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ സാധാരണ കിസ്സസ് ഉണ്ടാവാറുണ്ട്, അതില്ല. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അല്ലേ ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് ചെറിയൊരു ഡെവലപ്പ് പരിപാടി എടുക്കാന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പം ഗംഭീരമായ മഴ ആയതുകൊണ്ട് ഇപ്പൊ അമ്പലത്തിൽ പോക്കൊന്നും നടക്കൂല. ഇനിയിപ്പോ ഇവൻ ഉറങ്ങണേ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3 മണി 4 മണിയാവും. അപ്പൊ ആ സമയം ആയതുകൊണ്ടും ഇവിടെ എണീക്കാൻ ഒരു 9:30-10 മണിയാവും. അമ്പലത്തിന് നട അടച്ചിട്ട് പോയിട്ട് കാര്യമില്ലോ. ശരിയാ, അമ്പലത്തിൽ നട അടച്ചിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ അമ്പല പരിപാടി നടക്കൂലെന്ന് എനിക്ക് ഓൾമോസ്റ്റ് അറിയാം. പിന്നെ ഇപ്പൊ എന്താണ് ആനിവേഴ്സറിക്ക് ചെയ്യാൻ നിൽക്കുന്നത്? പിന്നെ ഇപ്പൊ അവളുടെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം കഴിഞ്ഞു. എന്റെ ജൂലൈ 4-നല്ലേ? ആ 9th, സോറി. 4-നായിരുന്നല്ല, August 4th ജൂലൈ 4th തമ്മിൽ മിക്സ് ആയി പോയതാ, വേറെ ഒന്നല്ല. അപ്പം അധികം ഒച്ചയിടാൻ പറ്റാത്തതും ബാക്കിയുള്ള എല്ലാവരും ഉറങ്ങാണ്. തൊട്ടിപ്പുറത്ത് അച്ഛൻ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം ചെറിയൊരു പരിപാടി പറ. ഞങ്ങളെ ആനിവേഴ്സറിനെ കുറിച്ചും ഇതുവരെ ഭൂമിയിൽ ഉണ്ടായതിനെ കുറിച്ചും ഞങ്ങളെ മകനായതിനെ കുറിച്ചും വേണ്ടില്ലേ? എന്നെ കൊണ്ട് പോലെ ഷോൾഡർ കയറി കിടന്നുറങ്ങും. പാല് കൊണ്ട് കിട്ടേണ്ട താമസമുള്ളൂ, ഇപ്പൊ കിടന്നുറങ്ങും. സഹിക്കുന്നതിൽ ഒരു പരിധിയില്ലേ? 10:30 ഞാൻ ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട്. ആയിരുന്നോ? ഉറങ്ങിയില്ല? ഇല്ല, മാക്സിമം 8 മണിക്ക് എണീച്ചതാ. രാത്രി അല്ലേ? രാത്രി.
അതിപ്പോ ഉറങ്ങും. അതിനുള്ള പാട്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ നിങ്ങൾ തന്നെ പാട്ട് പാടിക്കോളൂ. അത് ഇവന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് പാട്ട് പാടി കിടത്തി ഉറക്കിയില്ലെങ്കിലും ഇവൻ സ്വന്തമായിട്ട് പാട്ട് പാടി ഉറങ്ങും. അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട് അവന്. നമ്മൾ വേറൊരാൾ പാട്ട് പാടിയിട്ട് ഉറക്കണം എന്ന് നിർബന്ധമില്ല. ഞാനും പാടാനില്ലെങ്കിൽ ഓൻ തന്നെ പാടി അങ്ങ് ഉറങ്ങിക്കോളും. ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ പുതിയ ടീഷർട്ട് മാറ്റി പഴയ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഷോപ്പിൽ ഒന്നുകൂടെ കയറി ഇറങ്ങണം. ഇപ്പം ഇവിടെ സെലക്ഷൻ മോശമായതുകൊണ്ടല്ല, വേറെയും നല്ല സെലക്ഷൻ ഉണ്ടെങ്കിലോ, അതായത് എനിക്ക് നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന തരത്തിലുള്ള കളേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം ഈ ഒരു കളറിൽ എൻ്റെ സ്കിൻ ടോൺ കുറച്ച് ഡാർക്കാണ്. പക്ഷെ ആ ലൈറ്റിൽ വന്നപ്പോഴാണ് തോന്നുന്നു, കുളിച്ച് വന്നപ്പോൾ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. കുളിച്ച് വന്നപ്പോൾ അല്ലേ, അതാ അതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു ആഷ് കളർ, ബ്ലാക്ക്, ഇതൊക്കെ എൻ്റെ സ്കിന്നിന് കുറച്ചുകൂടെ ഡാർക്ക് ആക്കും. കുറച്ചും കൂടെ എനിക്ക് ലൈറ്റ് ഒരു ടോണാണ് കുറച്ചും കൂടെ ഈ ഓറഞ്ച് യെല്ലോ. ഉദ്ദേശിക്കുന്ന ഡാർക്ക് കളർ അവിടെ കാണാൻ കുറച്ച് പ്രയാസമുണ്ട്. ഡാർക്ക് വേണ്ട, എനിക്ക് എൻ്റെ അതായത് എൻ്റെ സ്കിന്നിന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച്, ഈ വാം ടോൺ കളേഴ്സ് ആണ് എനിക്ക് കുറച്ചും കൂടെ എൻ്റെ സ്കിന്നെ ബ്രൈറ്റ് ആക്കുക. ഈ ഓറഞ്ച്, അതേപോലെ തന്നെ റെഡ്, പിന്നെന്താ യെല്ലോ, അങ്ങനത്തെ കുറച്ച് ടോണുകളില്ലേ, അത് കുറച്ചും കൂടെ ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഇപ്പൊ പറഞ്ഞ 3 ടോണുകളും അവിടെ ഇല്ല. ഒരു വയലറ്റ് ഉണ്ട്, ഒരു ലാവൻഡർ കളർ പ്രിന്റഡ് ആയിട്ടുള്ള, അത് എടുക്കണം എന്ന് ചോദിച്ചാൽ അപ്പൊ മാമന്റെ മോള് പറഞ്ഞു ഇതായിരുന്നു ചേരുക, അതായിരുന്നു ചേരുക. നീലുവിനെ കൂട്ടിയിട്ടാണ് ഷർട്ട് എടുക്കാൻ പോയത്. കേക്ക് വാങ്ങാൻ ദേവിക്കയും വന്നു. അപ്പോൾ ഇപ്പൊ സമയം 12:15. എനിക്ക് ഈ ചില സമയത്ത് ഓവർനൈറ്റ് ക്രേവിങ്സ് വരുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണം. അപ്പോൾ ചോറ് കഴിക്കുന്ന ഞാൻ അത്ര അങ്ങോട്ട് ചോറ് അഡിക്റ്റ് അല്ല. ഞാൻ നൈറ്റിൽ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 8 മണി, ഒരു 7 മണി ആ ഒരു സമയത്ത് നൈറ്റിൽ കഴിക്കും. ഇപ്പം ഇന്ന് ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു ക്രേവിങ്സ്, ചെറിയൊരു വിശപ്പ്. അപ്പോൾ ലോവർ കാലോറി ഹൈ ഇൻ ഫൈബർ, എന്താ പറയുക, ഒരു സാധനം, എന്താ ഇതിന് പറയുക, ചോളം. ഇംഗ്ലീഷിൽ എന്താ പറയാൻ എനിക്കറിയില്ല. കോൺ. ശരിയാ, പോപ്കോൺ. ഇംഗ്ലീഷ് മീഡിയം പഠിച്ചത് എത്രാം ക്ലാസ് വരെ? +2 വരെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു. പെട്ടെന്ന് ഇപ്പൊ പറഞ്ഞപ്പോ വേഗം കത്തി. ഇത് ചോളം അങ്ങനെ പറയട്ടാ, അപ്പൊ മനസ്സിലായി. 12 കൊല്ലം പഠിച്ചിട്ട് ഞാൻ പറയണം അത് കത്താൻ. വല്ലാത്തൊരു കത്തലായിപ്പോയി. ഈ സാധനത്തിന്റെ ഇംഗ്ലീഷ് പേരെന്താന്ന് പറഞ്ഞ്? വെറും കോണാട്ടോ, അല്ലാണ്ട് പോപ്കോൺ അല്ല. ഞാൻ ഇപ്പോ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാ. പോപ്കോൺ ഇംഗ്ലീഷ് നമ്മള് ചോളം അങ്ങനെ പൊടിഞ്ഞു വരുന്ന സിനിമേന്റെ ഉള്ളിൽ കഴിക്കുന്ന, തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന അത് പോപ്കോൺ. അതായത് ഈ കോൺ പോപ്പ് ചെയ്തിട്ടുള്ളതാണ് പോപ്കോൺ. ഇത് വെറും കോൺ, മനസ്സിലായോ? പക്ഷെ ഇപ്പൊ നേരത്തെ നമ്മൾ നേരത്തെ എടുത്ത വീഡിയോയിൽ ഞാൻ റെക്കോർഡ് ചെയ്തത് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് അതിനകത്ത് ഇവിടെ കോൺ എന്നുള്ള അല്ല പറയുന്നത്, ഈ പോപ്കോൺ എന്നാ പറയുന്നത്. ഇത് വെറും കോണാണ്. മറ്റത് പോപ്പ് ചെയ്താൽ പോപ്കോൺ ആവും. അപ്പോൾ നമ്മൾ പോപ്കോൺ ഇപ്പൊ ആക്കണ്ട, ഇനിയിപ്പോൾ അത് നമ്മൾ ഇതിനകത്തിട്ടിട്ട് ചൂടാക്കണം, വറക്കണം. വേണ്ട. അപ്പോൾ എന്തോരോ തൽക്കാലം ഇപ്പം ഞങ്ങളിവിടെ വെള്ളത്തിലിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഏറ്റവും കുറച്ചും കൂടെ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ സിംപിളസ്റ്റ് വേ എന്ന് പറയണമെങ്കിൽ ഇത് പറയാം. ഓക്കെ, അപ്പോൾ അത് വരട്ടെ.